വാർച്ചടിക്കാൻ പറ്റൂടാ വാർച്ചടിക്കാൻ പറ്റൂടാ ഇത് നല്ലൊരു തുടക്കമായിരിക്കും നിനക്ക്. നീ ഇവിടുന്ന് കഴിയും തുടങ്ങും. ഇതിനു മുമ്പ് ഒരുത്തം കഴിയാൻ എന്തായാലും വില്ലിപ്പം. അതുപോലെ നിനക്കും അങ്ങനെ തന്നെ ഒരു ഗതി വരട്ടെ എന്ന് നമുക്ക് ആലോചിക്കാം. നീ കഴിയ തുടങ്ങും. ആ ക്ലീൻ അടി കഴിയ തുടങ്ങും. ചരിത്രം ആവർത്തിക്കുകയാണല്ലോ വൈത്തി. കാണുന്നില്ല കക്കൂസിനെ അവനെ കണ്ടിട്ട് ട്രാൻസ്പെറന്റ് കക്കൂസിന്റെ കളർ അവന്റെ ഡ്രസ്സിന്റെ കളർ ഒരേപോലെയാണല്ലോടാ. അവന് ചന്ദ്രന് വയ്യാൻ തോന്നുന്നു. പനിയാണ് അവന് വയ്യ. വൺ ഡേ ബ്രോ, 1 ഡേയോ 1 ഇയറോ എന്ത് വേണേ എടുത്തോ. മര്യാദക്ക് കാണാൻ മര്യാദക്ക്. ഞങ്ങൾ ആ സിറ്റുവേഷൻ ഒക്കെ എൻ്റെ അടുത്ത് ഞാൻ പുള്ളി ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും കോണ പറഞ്ഞോ? ഞാൻ ഒരു കോണയും പറഞ്ഞില്ല. അപ്പാപ്പൻ തിരിച്ചു വിളിച്ചപ്പോൾ അപ്പാപ്പൻ്റെ അടുത്ത് കുനിഞ്ഞിരിക്കാനൊക്കെ പറയുന്ന എന്ത് മാനസാ? അതാണോ മര്യാദ? പുള്ളി എന്നിട്ടും അത് കോമഡി ആക്കി കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിച്ചു. ആ POV ഒന്ന് കണ്ടു നോക്കിയേ. എന്നിട്ട് ഇനി പുതിയ ന്യായീകരണം പറയല്ലേ നമ്മളോട്. പുള്ളി എൻ്റെ അടുത്ത് സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും മെസ്സ് അടിച്ചോ പുള്ളിയോട്? ഒന്നും അടിച്ചില്ല. മിണ്ടാതെ ഫോൺ കട്ട് ചെയ്ത് പോയതാണ്. മിണ്ടാതെ ഫോൺ കട്ട് ചെയ്ത് പോയതാണ്. പക്ഷേ അപ്പോഴത്തേക്കിന് അപ്പാപ്പൻ വിളിച്ചപ്പോഴത്തേക്കിന് പുള്ളിക്ക് ഭയങ്കര പ്രശ്നം പറ്റുന്നില്ല. പുള്ളിക്ക് ഞാൻ മറ്റേ MRC ഒപ്പോപ്പറാണോ ഇതൊക്കെ പറഞ്ഞ് പുള്ളി എന്തൊക്കെയോ പറഞ്ഞ് മനസ്സിലായോ? ഞാനിത് കേൾക്കാൻ പോലും സമ്മതിച്ചില്ല. എൻ്റെ അടുത്തുനിന്ന് ഫോണാണെങ്കിൽ പുള്ളി എടുത്തോണ്ട് പോവുകയും ചെയ്ത്. ഞാൻ തിരിച്ചൊരു കൊണ പറഞ്ഞത് പുള്ളി കേട്ടതുമില്ല. കഴിയല്ലേ? ആ പറയടാ. ഇനീഷ്യൽ 30 മിനിറ്റ്സിലുള്ള നമ്മളോട് സംസാരിക്കണം, കോണ്ടാക്ട് ചെയ്യണം. അവന്മാരുടെ അടുത്തോ? നമ്മൾ ചെയ്യണം. അതിപ്പോ സമയം അവര് കോണ്ടാക്ട് ഇട്ടായിരുന്നപ്പാ. നമ്മളെ പറഞ്ഞ ഹോസ്പിറ്റൽസ് കഴിഞ്ഞിട്ട് ചെയ്യാന്ന്. ആ ഒരു ഇതിനകത്ത് പറഞ്ഞു ഇട്ടോ ഏതെല്ലാം റേഡിയോ പറഞ്ഞു. അത് നമ്മളെ കൊണ്ട് മാത്രം. കേക്കാവോ? ബ്ലാക്കില് മാസില് എഴുതിയ വണ്ടിയാണ്. അതാണ് ആ ഒരു നമ്മളെ ഇപ്പോഴത്തെ ഈ സാൻഡി ഹൈവേ ഓടിച്ചാൽ കിട്ടുമോ? അത്ര അപ്പൊ ഈ വണ്ടി എടാ റേഡിയോ 83 അല്ലടാ? നമ്മുടെ റേഡിയോ അല്ലേ? 81 അല്ലടാ നമ്മുടെ റേഡിയോ. അല്ല ഐ മീൻ അങ്ങനല്ല, ഇത് ബ്ലാക്ക് മാഫിയുടെ റേഡിയോ ആണ്. വണ്ടി എടുത്ത് MRC വണ്ടി എടുത്ത് ഞാനാ. ഹലോ ആ പറഞ്ഞോ. ജസ്റ്റ് ഇപ്പൊ തന്നെ ഒരു സ്റ്റേഷനിൽ ഒരു 5 മിനിറ്റ് മുന്നേ കഴിഞ്ഞു ഇപ്പൊ ചെയ്തോണ്ടിരിക്കാം ബ്രോ. സംസാരിച്ചു ഡിമാൻഡ് ഒന്നും ഇല്ല. ഈ നമ്മുടെ TV-ക്കകത്ത് TV-യിൽ ഒരു അപ്പാപ്പനുണ്ട്. അതാണ് അപ്പാപ്പൻ നമുക്കറിയാവുന്നത്. പുള്ളിയുടെ അടുത്ത് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞാണ് അവനെ ഇവിടെ കൊണ്ടുവന്ന് കക്കൂസ് കഴിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അവനെ നമ്മൾ ഹോസ്റ്റലായിട്ട് റിലീസ് ചെയ്യാൻ താല്പര്യമില്ല. അവനെ തല്ലിക്കൊന്ന് വിട്ടേക്കാം. എന്താ വെച്ചാൽ ചെയ്തോ. കരിഞ്ഞു വരും അണ്ണനൊന്ന് കറക്റ്റ് മാറാ.
കാതൽ വിടുക്കത് എൻ വാർത്തൈ അവൻ പാടുന്ന അതെ അതെ ബ്രോ അതെ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഇവനോട് ഒരു കാര്യം പറഞ്ഞു ഞാൻ കൊന്നോട്ടുള്ളൂ എന്റെ വീട്ടിൽ വിളിച്ചോളൂ ഓക്കെ പറഞ്ഞേക്കണേ അയച്ചു കൊടുക്കണേ അടിച്ചു നോക്കിയ അതിനെ തന്നെ കത്തി പട്ടി പുറത്തോട്ടുള്ളടാ എന്താ ആര് അണ്ണ അവനത് പാടി ആണാ നല്ല പാട്ടായിരുന്നു കൊല്ലാവനെ പോടാ വാസുകൊണ്ട് എന്ത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ മോനെ നീ കുരയ്ക്കാൻ വരുന്ന പുള്ളിക്ക് ഇതാ കണ്ട കഴിവില്ലാതെ അടിച്ചിട്ടിട്ട് ഇതേ കണ്ട നോക്കി നിന്നെ ഞാൻ ദൂരെ നിന്ന് കുറച്ച് വിഷനിൽ കാണിച്ചു തരാം നല്ലൊരു വ്യൂവിൽ കാണിച്ചു തരാം ഇത് കണ്ട നീ കുരയ്ക്കാൻ വരുന്നവന്റെ കഴിവ് കണ്ട ഇത്രേ ഉള്ളു ഇവരുടെയൊക്കെ മനസ്സിലായോ ഇതിനു വേണ്ടിയിട്ടാണ് നീ നിന്റെ ജീവിതത്തിൽ വിലയേറിയ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ കണ്ടോ മുട്ടയിലിരിക്കുന്നു നോക്ക് സിനിമാറ്റിക് അല്ലേ സിനിമാറ്റിക് അല്ലേ ഇത് നോക്ക് ഹൗ സെക്സി വ്യൂസോ രാത്രി 1:35 ഞാനിവിടെ ടർഫ് ഓപ്ഷൻ എനിക്ക് 15,000 പേരെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ നീ എന്നോട് വ്യൂസിന്റെ കണക്കൊക്കെ പറയുന്നേ ഓ അന്നത്തെ പോലെ ഞാൻ തുപ്പി വലിച്ചിരുന്ന സാധനം എന്റെ വായിന്ന് വരുമെന്ന് ട്രൈ ചെയ്യുവാണോ ഓ വാവ് കണ്ട മക്കള് പോയി ഓ ഒരു എംആർസിയുടെ വണ്ടി പോയത് അറിയാടാ മെച്ചൂരിറ്റി അതുണ്ട് ഇതൊന്നും മെച്ചൂരിറ്റിയുടെ അല്ലല്ലോ ബ്രോ നമ്മുടെ കൂട്ടത്തില് ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം ഒരു കഥ പറഞ്ഞ ഓർമ്മയില്ല എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു കാര്യം അപ്പൊ ഞാനൊരു പേര് പറഞ്ഞായിരുന്നു ഓർമ്മയുണ്ടോ അപ്പൊ ഞാനൊരു പേര് പറഞ്ഞായിരുന്നു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് റിയൽ ലൈഫിൽ ഓടി വരുന്ന ഒരാളുണ്ടെന്ന് ഓർമ്മയുണ്ടോ ആ പേരിനെ എന്റെ മുമ്പിൽ വെച്ച് ഒരുത്തം പറഞ്ഞ അവനെ എങ്ങനെ കൊണ്ട് നിർത്തും അതൊന്നും മെച്യൂരിറ്റി അല്ല അതൊക്കെ എനിക്ക് പുള്ളിയോടുള്ള കടപ്പാടാ മനസ്സിലായോ രായം കത്തിപ്പോയി ആ സ്ലോട്ട് ഞാൻ കയറാം ഇന്നിനി സമയം ഉണ്ടല്ലോ ബ്രോ ഇന്ന് നമ്മൾ കളിക്കാൻ റെഡിയാണല്ലോ ഞങ്ങള് റെഡിയാണല്ലോ ഞങ്ങള് റെഡിയാ മറ്റേ റേഡിയോയിൽ പറയടാ എല്ലാരും ഒന്ന് റെഡി വണ്ടി എടുത്തേക്കാൻ നമ്മൾ റെഡിയാന്ന് പറ ഇല്ല ബ്രോ നമുക്ക് ഇന്ന് കളിക്കാൻ താല്പര്യം നമ്മൾ ഇന്ന് റെഡിയാ നാളത്തേക്ക് മാറ്റാൻ താല്പര്യം നമ്മൾ ഇന്ന് കളിക്കാം നമുക്ക് ഇപ്പൊ കളിക്കാം നമ്മളിപ്പോ കളിക്കാൻ റെഡിയാ എന്താ ബ്രോ ഡൗൺ ആയത് അല്ല നാളെ നമ്മൾ അവൈലബിൾ അല്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആൾക്കാർ അവൈലബിൾ അല്ല കറണ്ട് പോലുണ്ട് കറണ്ട് ഇല്ല നാളെ കളിച്ചേ പറ്റുള്ളൂ അതാണ് റൂള് നിങ്ങൾക്ക് ഇതിപ്പോ നിങ്ങൾക്ക് നാളത്തേക്ക് മാറ്റണമെങ്കിൽ ഞങ്ങളുടെയും കൂടെ കൺസെന്റ് വേണം
മനസ്സിലായി, ഞങ്ങൾ ഇന്ന് കളിക്കാൻ റെഡിയാണ്. ഓക്കെ വാ എടാ വാടാ 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 പ്രിയ പ്രിയ എല്ലാരും റെഡി ചെയ്യുന്നേ. നമ്മളിപ്പോ റേഡിയോയിൽ 24 പേരേ ഉള്ളൂ. ലൈനപ്പ് എന്ത് പറയാനാ? ഒരാളുടെ കേറ്. എടാ ലൈനപ്പ് ഇനി എന്ത് പറയാനാ? 24 പേരേ ഉള്ളൂ. ഒരാളോടെ കേറിയിട്ട് നമുക്ക് 25 ആയിട്ട് ഇറങ്ങിക്കോ. വണ്ടി എടുത്ത് ഇറങ്ങിക്കോ. നമ്മൾ ഡിലേ ഒന്നും നോക്കണ്ട. വണ്ടി എടുത്ത് ഇറങ്ങിക്കോ. റിപ്പോർട്ട് ചെയ്താണ് അണ്ണ അവന്മാരെ കൂട്ടാ വണ്ടി